പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഞങ്ങൾ പുതിയൊരു ചിത്രീകരണത്തിലേക്ക് ക്ഷേത്രകാര്യങ്ങൾ മാത്രമല്ല സമൂഹത്തിലെ അവശതയനുഭവിക്കുന്ന കലാകാരന്മാരും പ്രതിഭാശാലികളും ഞങ്ങളുടെ വിഷയമാണ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തടുക്കശ്ശേരി പോത്തൻകുന്നത്ത് വാസു ആശാൻ്റെ വീട്ടിലാണ്. വിവിധ നിലകളിൽ പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ഒരു നാട്ടുകാരൻ, തടുക്കശ്ശേരിക്കാരൻ. പരിചമുട്ടുകളിയും തിരുവാതിരക്കളിയും തിറ പൂതൻ കളിയുമൊക്കെ അദ്ദേഹത്തിന് സ്വന്തം. നാട്ടിൻപുറങ്ങളിൽ ഇതുപോലെ പ്രതിഭാശാലികളായ ധാരാളം ആളുകളുണ്ട്. വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും പല മേഖലകളിലുമുള്ള അവരുടെ പ്രാഗൽഭ്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അത്തരം കാഴ്ചകളിലേക്ക് ഗ്രാമീണ ക്ഷേത്രങ്ങൾ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇന്ന് നമുക്ക് തടുക്കശ്ശേരിയിലെ പോത്തൻകുന്നത്ത് വാസു ആശാനെ പരിചയപ്പെടാം. നമസ്കാരം. പോത്തൻകുന്ന് വാസു ആശാൻ എന്നല്ലേ പറയാം. കാണാനും പരിചയപ്പെടാനും ഞങ്ങളുടെ ടീമിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ തയ്യാറാക്കി തരാനും അങ്ങ് സഹകരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. അങ്ങയെ കാണാനാണ് കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഒന്ന് വരണമെന്നൊക്കെ വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ സുഹൃത്തായ ഗോപാലകൃഷ്ണ മാഷ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ ചില പരിചയങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. പറയൂ, എന്തൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? എപ്പോഴും ഞാൻ തനിയെ പറ്റിയാണ്. പഴയ കാലത്ത് ഈ പരിചമുട്ടുകളി, അതുപോലെ തിരുവാതിരക്കളി, അതുപോലെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ മറ്റേ പൂതന്തറ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പിന്നെ നമ്മുടെ തൊഴിൽപരമായ ചില പാരമ്പര്യമായിട്ടുള്ള ചില തൊഴിലുകൾ, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ജീവിച്ചത്. കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ 70 എത്ര വയസ്സായി? ഇപ്പൊ 76ാമത്തെ വയസ്സായി. ഇപ്പൊ വീട്ടിലൊറ്റയ്ക്കാണ്. അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം. ഇപ്പൊ ഭാര്യ മരിച്ചു, മക്കളില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഏതായാലും ഇങ്ങനെയുള്ള കുറേ കലാകാരന്മാരെ കലാരംഗത്തായാലും ശരി, ക്ഷേത്ര കലാകാരന്റെ രംഗത്തായാലും ശരി, നാടൻ വിശേഷങ്ങളുടെ രംഗത്തായാലും ശരി, ഇങ്ങനെയുള്ള കലാകാരന്മാരെ പോഷിപ്പിക്കുക, അവർക്ക് പ്രചാരം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഗ്രാമീണ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉദ്ദേശം ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുള്ളൊരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് സാറേ. രാമായണം ഒരുപാട് കാലം, നന്ന കുട്ടിക്കാലം മുതൽ വായിക്കാൻ തുടങ്ങിയതാണ് രാമായണം. അതിനുശേഷമാണ് ഈ എന്താ പറയുക നാരായണീയം ഒക്കെ വന്നത്. അതിന് മുമ്പ് രാമായണം അത് അക്ഷരം എനിക്ക് നല്ലോണം അറിയില്ലായിരുന്നു കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ. അപ്പം അച്ഛൻ പറഞ്ഞു, രാമായണം വായിച്ച അക്ഷരം നമുക്ക് വ്യക്തമായിട്ട് വരും, അതുകൊണ്ട് രാമായണം വാങ്ങാം. രാമായണം എന്ന കാലത്ത് ചുരുങ്ങിയ വരെയുള്ളൂ, രാമായണം വായിക്കും. അങ്ങനെ രാമായണത്തിൽ കൂടെയാണ് എനിക്ക് അക്ഷരം ക്ലിയറായി വന്നത്. അല്ലാതെ സ്വന്തം സ്കൂൾ പഠിച്ച കൊണ്ടൊന്നും അക്ഷരങ്ങൾ വന്നില്ല. രാമായണത്തിൽ എന്തെങ്കിലും ഈരടികൾ ഓർമ്മിക്കുന്നുണ്ടോ? ഓ, രാമായണം ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി. ലക്ഷ്മണ ഉപദേശത്തെ ലക്ഷ്മണോപദേശം ഇപ്പം രാമായണം നിർത്തിയിട്ട് 10 കൊല്ലമായിട്ട്. അപ്പോൾ വായിക്കാൻ ചെറിയ അക്ഷരമായിട്ട് കാണുന്നില്ല. പിന്നെ കണ്ണട വയ്ക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ തൊഴിലിങ്ങനെ ആയതുകൊണ്ട് കണ്ണട വയ്ക്കാനും സാധിച്ചില്ല. ഇപ്പം പൊതുവെ കണ്ണ് കാഴ്ച കമ്മിയായി വരുന്നുണ്ട്. ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടില്ലോ? ഇല്ല, ഒന്നും ചെയ്തില്ല ഇതേവരെ. ഓപ്പറേഷത്തിന് എനിക്ക് പേടി, അതിനുള്ള കണ്ണ് പോയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഒരു വീട്ടിലത് നോക്കാൻ ആൾ വിളിച്ചാൽ പിന്നെ ഒരു ധൈര്യമുണ്ട്. അതുമില്ല, ഒരു പ്രതിസന്ധിയിലപ്പോൾ പോണത്. അപ്പോൾ രാമായണം മുഴുവൻ അറിയില്ല. രണ്ട് ഈരടി മതി. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ അല്ല, അവിടെ നമ്മൾ വായിക്കാം. ജന്മസംസാര വൃക്ഷമൂലമായതോ ദേഹം തന്മൂലം പുത്രകളത്രാദിസമ്പത്തുമെല്ലാം ദേഹമായതോ പഞ്ചബോധ സഞ്ജയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിതേ
ഇന്ദ്രിയാദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതോ ക്ഷേത്രമായതോ ദേഹമെന്നുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നോ വേറൊന്നോ ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞു കൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടു കൊള്ളുക സൗമിത്രനെ ഒന്നതിന് മുന്നേ തല്ലോ ലോകത്തെ കൽപ്പിക്കുന്ന ധർമ്മവേദത്തൂല സൂക്ഷ്മവേദങ്ങളോടും എങ്ങാതിനം മാന്തമാൻ ദിവ്യ രൂപങ്ങളും ചങ്ങാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകോ വിദ്യ യാഞ്ഞതോ ആനന്ദപ്രാപ്തഹേതു ബോധയെന്നറിഞ്ഞാലും പറയാന്ന് വെച്ചാൽ ഭാർഗവ രാമന്റെ സീത കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോ തടുത്തിട്ട് അത് പഠിക്കും. അതിപ്പോ എനിക്ക് ഓർമ്മ ഇത് മതി, ഇത് നന്നായി. തന്നെ കാണാതെ പിന്നെ ഉപദേശിക്കുകയാണ് ശ്രീരാമൻ. നമ്മൾ എന്തിനാണ് ക്രോധം? നമ്മുടെ ശരീരം എന്താണ്? മലമൂത്രം ഇതാണ് മുഴുവൻ. അത് ശാശ്വതമല്ല. നമ്മള് മണ്ണിനോട് ചേരേണ്ടവരാണ്. പുത്ര മിത്ര കളത്രം ഭാര്യയും മക്കളും ഒന്നും നമ്മുടെ കൂടെ ഇല്ല. അതൊക്കെ എന്താണ്? സങ്കല്പങ്ങളാണ് എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത്. ഒക്കെ പെൺകുട്ടികളാണ്. ഈ നിത്യ നിമ്മിന്നൊക്കെ പറഞ്ഞു അതൊക്കെ ചെറിയ കുട്ടികളാണ് അന്ന്. അപ്പൊ കഴിഞ്ഞിട്ട് 10-12 കൊല്ലൊക്കെ ആയല്ലോ. അന്ന് കാലത്തെ പൂജ നിങ്ങളാണ് ഗണപതി പൂജ നടത്തുന്നത് അതെ അല്ലേ? ശരി, ഓക്കെ. ഇങ്ങനെ പൂജകൾ സർക്കാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വേണ്ടത്ര പരിഗണനയും സഹായവും കിട്ടിയിരുന്നെങ്കിൽ അത്യുന്നതങ്ങളിലെത്തുമായിരുന്ന എത്രയോ പ്രതിഭാധനന്മാരുണ്ട്. അവരിലൊരാളായി നമുക്ക് വാസു ആശാനെ കണക്കാക്കാം. കഴിഞ്ഞ ദശകങ്ങളുടെ ചരിത്രവും സാമൂഹ്യക്രമവും വെളിപ്പെടുത്തുന്ന വാസു ആശാൻ്റെ ജീവിതചരിത്രം അത് വായിക്കപ്പെടേണ്ടതാണ്. അതിനുള്ള ഒരു ഉദ്യമമായി ഞങ്ങൾ ഈ വീഡിയോ കണക്കാക്കുന്നു. ഈ വീഡിയോ മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ഞങ്ങളുടെ സുഹൃത്തായ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ മുഖേനയാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നത്. അഭിമുഖം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഒരു മഴക്കാലമായതിനാൽ വാസു ആശാൻ്റെ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കണക്കാക്കിയാണ് അഭിമുഖം അവിടെ വെച്ചാക്കിയത്. മുഴുവൻ സമയവും ഈ വീഡിയോ കാണുക. അല്പം ദൈർഘ്യമേറിയതാണെങ്കിലും. ഹരി ഓം. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം പേരിലുള്ള സ്ഥലമാണോ? അതെ, ഞങ്ങളിപ്പോൾ കൂട്ടായി വായിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഞാൻ എഴുതി. എത്ര കുട്ടികളാ? മക്കളല്ല, പെങ്ങന്മാർ. 3 പെങ്ങന്മാർ. 2 അനിയന്മാരും. അനിയന്മാർക്ക് ഒരനിയൻ അവിടെ, ഒരനിയൻ അത്. അപ്പം ഞാൻ ഒറ്റപ്പെട്ടു. അപ്പം ഞാൻ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി പെങ്ങന്മാർക്ക് എഴുതി വെച്ചു. ആരെങ്കിലും വേണ്ട സഹായത്തിന്. 3 പെങ്ങന്മാരാണ്. 3 ആൾക്കും കൂടി അവരെടുത്തോട്ടെ എൻ്റെ കുട്ടിക്കാലിന് വെച്ചു. ശരി, ഓക്കെ. അവരോട് പറഞ്ഞ് അവർ ഫോണിലൊക്കെ കയറ്റി അങ്ങനെയൊക്കെ വെച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ ബാക്കി പണികളൊക്കെ എങ്ങനെ ചെയ്യുന്നത്? യാതൊരു നോക്കിയില്ല. പഞ്ചായത്തിൽ നിന്ന് ഒന്നും കിട്ടില്ല. അത് ശരി. 2 ലക്ഷം ഉറുപ്പിയുണ്ട് ഇത്രയും നേരാക്കാൻ. തന്നതല്ലേ പറ്റി. അതെ. ഇപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെ? ഭക്ഷണം ഇപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കോറ ചാമ എന്തെങ്കിലുമൊക്കെ കഴിക്കും. രാത്രി ഷുഗറുണ്ട്. പിന്നെ അരിയുടെ ഭക്ഷണം കഴിക്കും. അത് ശരി. വയസ്സിപ്പോൾ 26 കഴിഞ്ഞ 77 നിൽക്കും. ശരി, ആവട്ടെ. ഞാനിത് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നാണ്. തിരുവാതിരപ്പള്ളിയുടെ പേരിങ്ങനെ ഓം നമ ശിവായ പഞ്ച അക്ഷര സമിതി പോത്തുകുന്ന് വാസു ആശാനും പാർട്ടി എന്നുള്ളതാണ്.
ഒന്നും കൂടി പറയൂ. ഓം നമഃശിവായ പഞ്ച അക്ഷര സമിതി. അങ്ങനെ സമിതി. ഓം നമഃശിവായ പഞ്ചാക്ഷര സമിതി പോത്തംകുന്ന് വാസു ആശാനും സംഘവും എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ മേലുവിലാസം. ഇതും ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും കളിച്ചതാണ്. 12 വർഷം ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ചെറിയ കുട്ടികളൊന്നുമല്ല, ഈ 2-3 പ്രസവിച്ച കുട്ടികൾ മക്കൾക്കുള്ള. ഇതെന്റെ അനിയത്തിനുണ്ട്, അനിയന്റെ ഭാര്യ സുഭദ്ര, അവളുടെ പേര്. അവളുടെയൊക്കെ മേൽനോട്ടത്തിലാണ് കൊണ്ടു നടക്കുന്നത്. അത് സത്യം എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഞാനത് വിട്ടു നിൽക്കില്ല സാർ. സത്യത്തിന്റെ മുള്ള ജീവിതം, ഒന്നും കള്ളത്തരോ മറ്റുള്ള ഒന്നും എനിക്ക് ആവശ്യമില്ല. തടുക്കശ്ശേരി വാസു ആശാനെ പറ്റി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ. ഗ്രാമീണ ക്ഷേത്രങ്ങളിലൂടെ ഇന്റർവ്യൂ നടത്തുന്നത് കേരളശ്ശേരി പഞ്ചായത്തിലെ തടുക്കശ്ശേരി പോത്തംകുന്നത്തെ വാസുദേവൻ ആശ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു പരിശമുട്ട് കളിയുടെ ആശാനാണ്, തിരുവാതിരക്കളിയുടെ ആശാനാണ്. ചെറുപ്പകാലങ്ങളിൽ പൂതന്തിറ എന്നിവയും അദ്ദേഹം കളിച്ചിരുന്നു. ഇപ്പോൾ വയ്യാതെയായി. ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ വീട് തടുക്കശ്ശേരി പോത്തംകുന്നത്തെ നിവാസിയാണ്. ഇപ്പോഴും തടുക്കശ്ശേരിയാണ് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ശരി. അവരുടെ വീട്ടിലെ പരിതസ്ഥിതിയും കാര്യങ്ങളും മക്കള് ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മക്കളും ഇല്ല, അനിയന്മാരും മറ്റു എല്ലാവർക്കും മക്കളും കുട്ടികളൊക്കെ ഉണ്ട്. എനിക്ക് മാത്രമേ പതില്ലായിട്ടുള്ളൂ. ഇരിക്കാൻ വീട്ടുണ്ട്, മക്കളില്ല. സമ്പാദ്യം ഒക്കെ സമ്പാദ്യം ഇപ്പോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പണിക്ക് അങ്ങനെ പോകാൻ പെൻഷൻ ഇപ്പോ 76 വയസ്സ് ആയി. 76 പിന്നെ എൻ്റെ കാർഡില്, ആശുപത്രിയിലത്തെ കാർഡിൽ 77 വന്നിട്ടുണ്ട്. എൻ്റെ കണക്കൂട്ടി. ഇപ്പൊ ജീവിതമാർഗത്തിന് എന്താണ് ജീവിതം? ഇപ്പോൾ പെൻഷൻ അത് എത്ര രൂപയുണ്ട്? 1600 കിട്ടും. അത് കിട്ടും. പിന്നെ കുട്ടികള് പെങ്ങന്മാരൊക്കെ ഉണ്ട്, അവർ ചിലപ്പോൾ കുറച്ച് പൈസ കൊടുത്തു തരും. അനിയന്മാര് എന്തായാലും ചെറിയ സഹായം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം 79 കഴിഞ്ഞത്. 30 വർഷം 35 വർഷത്തോളം അവളുണ്ടായിരുന്നു എൻ്റെ ഒപ്പം. വീഴ്ച സംഭവിച്ചതാണ് ഭാര്യയ്ക്ക്. അങ്ങനെ അന്ന് സമയത്ത് എവിടെയും കൊണ്ടുപോകാൻ പറ്റാണ്ട് അനിയൻ്റെ മക്കളൊക്കെ പടം കൂടിയിട്ട് ആശുപത്രി. അതുവരെ കുട്ടികളെ അതുവരെയും കുട്ടികൾ ഉണ്ടായില്ല. ഞങ്ങൾക്കതിന് നോക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായില്ല. എനിക്ക് കുടുംബം ഉണ്ടായത്. എൻ്റെ അച്ഛൻ 1977 മരണപ്പെട്ടു പോയി. പിന്നെ എൻ്റെ താഴെ 5 ആളാണ്. ഈ 5 ആളെയും പരിപാലിക്കേണ്ട ബാധ്യത എൻ്റെ തലയിൽ വന്നു. അപ്പോൾ എനിക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനോ ഒന്നിനും സാഹചര്യം ഒത്തു കിട്ടിയില്ല. അഞ്ചനാണ്. അവൻ അത്യാവശ്യം പണിയാറായിട്ടുണ്ട് അന്ന്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, 3 പെങ്ങന്മാരുണ്ട്. അവരൊക്കെ കെട്ടിച്ചയക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു. അമ്മ രോഗിയായിരുന്നു. അമ്മ അധികകാലം ഇരുന്നില്ല. അമ്മ 81 അമ്മയും പോയി. പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കാനോ നോക്കാനൊന്നും ആളില്ല, ഞാൻ തന്നെ വേണമില്ല. അങ്ങനെയാണ് എൻ്റെ ജീവിതം തന്നെ. വീട്ടിൽ ഒറ്റയ്ക്കാണ്? ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഭക്ഷണത്തിനൊക്കെ എന്താ ചെയ്യുക? ഭക്ഷണം അവരത് സ്വയം ഉണ്ടാക്കി കഴിക്കും. ഇപ്പോൾ ഭക്ഷണത്തിന് അനിയൻ്റെ വീട് അടുത്ത് തന്നെയാണ്. ചെന്ന സമയം നോക്കി പോണ്ടേ അവിടെ ചെന്ന് പോകുമ്പോൾ അവർ തുണി അലക്കാൻ പോകുക, വേറെ എന്തെങ്കിലും ചെയ്യൊക്കെ ആവും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പോട്ടെ, വയ്യാതെ ആകുമ്പോൾ എന്താ വെച്ചാൽ ചെയ്യാന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇപ്പോൾ ഷുഗറുണ്ട്. അതിന് മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആയുർവേദത്തിലാണ് നിൽക്കണം. ആരാ ചികിത്സിക്കുന്നത്? പൂന്തോട്ടം ആയുർവേദാശ്രമം. ശ്രീകൃഷ്ണപുരം കൊളക്കാട്.
ആ അവിടുത്തെ ചികിത്സയിലാണ്. അവിടെ പോകാൻ തുടങ്ങി ഞാൻ കുറേ. അപ്പോൾ അതുകൊണ്ടാണ് നീട്ട് നടക്കാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണെന്ന് സാധിക്കില്ല. അപ്പോൾ അവരെ മേൽനോട്ടത്തിൽ എൻ്റെ ജീവിതം. മരുന്നിന് പൈസ വേണം, എല്ലാവരും പൈസ വേണം. പൈസ ഇല്ലാത്ത ഒരു ഏർപ്പാട് അവിടെ ഇല്ല. പക്ഷേ അവരൊരു നല്ല മനസ്സുണ്ട്. പക്ഷെ ആ മരുന്നിനൊക്കെ ഇപ്പൊ ഈ 1600 രൂപ കിട്ടുന്നുണ്ട്. തികയോ? തികയില്ല. കണക്കിലെടുത്തിട്ടല്ല. വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ല. സമ്പാദിക്കേണ്ട കാലം ഉണ്ടായിരുന്നു. അന്ന് കുടുംബം ആയിട്ട് ഒരു ലക്ഷ്യമില്ലാത്ത സ്ഥലത്തെത്തിപ്പോയി. എന്താ ചെയ്യുക? അതൊന്നും സാരില്ല. എല്ലാം ഭഗവാന്റെ കൽപ്പന പോലെ വരും. ഞാൻ എല്ലാം അവിടേക്ക് ഏൽപ്പിച്ചൊക്കെയാണ്. അല്ലാതെ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല. അത് വേണം, ഇത് വേണം, സമ്പാദിക്കണം, കുറേ കാശുണ്ടാവണം, അങ്ങനെ യാതൊരു ചിന്താഗതിയില്ല. ഞാൻ പണിക്ക് പോണ കാലത്ത് ഒരാളിൽ നിന്ന് ഒരു പൈസ ഞാൻ എടുക്കില്ല. എൻ്റെ ഒപ്പം കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുപോകും പണിക്ക് ആളെ. ഇതുപോലെ വീടിൻ്റെ പണിയായിരുന്നു. ആ പൈസ അവർക്കാണ് കൊടുക്കാന്നല്ലാണ്ട് അവരിൽ നിന്ന് ഒരു 5 പൈസ പോലും ഞാൻ എടുക്കില്ല. എൻ്റെ പണിക്കൂലി മാത്രം. അങ്ങനെ സത്യത്തിൻ്റെ മെയ്സന്റെ പണിയായിരുന്നല്ലോ. അതെ. ആദ്യം കൈകൊട്ടിക്കളി പറഞ്ഞത് 13 വയസ്സിൽ പഠിച്ചതാണ്. എൻ്റെ ഗുരുനാഥൻ കണ്ടത്തെ കാർത്തികേയമ്മ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നായർ സ്ത്രീയാണ് അവർ. അവരെ കാലാണ് ആദ്യമായിട്ട് ഞാൻ പിടിച്ചത്. അപ്പോൾ അവരൊരു അക്ഷരമാണ് എനിക്കിന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ 13 വയസ്സിൽ കൈകൊട്ടിക്കളി പഠിച്ചു. അരങ്ങേറ്റം കഴിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. കുറച്ചൊക്കെ പഠിച്ചുള്ളൂ. പിന്നെ മെല്ലെ കണ്ട അങ്ങനെ ഓരോരോ അങ്ങനെ പാടിയിട്ടും കളിച്ചിട്ടൊക്കെ അങ്ങനെ ഏറെക്കുറെയൊക്കെ പഠിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 18 വയസ്സിലാണ് പരിചമുട്ടും കളി തുടങ്ങിയത്. പരിചമുട്ടും കളി തുടങ്ങിയതും അത് പഠിക്കും, അരങ്ങേറ്റം കഴിക്കുകയും ചെയ്യും. അരങ്ങേറ്റം പറഞ്ഞാൽ കളി പഠിച്ചതിന് ശേഷമാണ് കഴിക്കൽ. അതും ചെയ്തു. അതിൻ്റെ പരിചയമൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്, പഴയതായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കളിയൊന്നുമില്ല. അതിൻ്റെ പാട്ടുകളൊക്കെ അത്യാവശ്യം അറിയാം, അത്രയേ ഉള്ളൂ. പിന്നെ മണ്ണാര സമുദായത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ തെറ പൂതൻ കളി കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. അമ്പലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും. നാഗംകുളങ്ങര, കൈമത്തുകാവ്, അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പോവും. ഇല്ല തട്ടകം തന്നെ തട്ടകത്തിലുള്ള എല്ലാം. കൈമത്തുകാവ്, നാഗംകുളങ്ങര, പിന്നെ ചെറുവണ്ണത്തുകാവ്. അങ്ങനെ കുട്ടിക്കാലത്ത് അവിടെയൊക്കെ പോയിട്ടും കളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കുറേയൊക്കെ ഇപ്പം അതൊക്കെ പരിപൂർണമായിട്ടും വിട്ടു. ഇപ്പം അതിന് സാധിക്കില്ല. ആളെ കൊണ്ടുവരാനും കെട്ടാനും ചിലവുണ്ട് ഇപ്പൊക്കെ. അപ്പോൾ അതിനുള്ള വരുമാനമുണ്ട്, മുമ്പത്തെ പോലെ അല്ല. പക്ഷേ ഇപ്പം അതിന് കൂട്ടിയേ കഴിയില്ല. അപ്പം അത് കാരണം അതൊക്കെ നിർത്തി. എൻ്റെ വിദ്യ ഒട്ടും കളിയൊക്കെ അറിയാം. പിന്നെ അതിന് ശേഷമാണ് ഈ പണിയുടെ ഇടയിൽ കൂടെ ഇതൊക്കെ പഠിച്ചു. പണിയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഈ വിദ്യകളൊക്കെ അത്യാവശ്യം ഗുരുനാഥന്മാരുടെ അനുഗ്രഹപ്രകാരം ഇതൊക്കെ പഠിച്ചെടുക്കണം. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ശശികല വാര്യത്തെ അവരെ കീഴിലാണ് നാരായണീയം വായിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. അത് നാരായണീയം സമ്പൂർണ്ണം വായിക്കുകയും ചെയ്തു അവിടെ അമ്പലത്തിൽ തന്നെ. അപ്പോൾ അവരുടെ ഭാഗത്ത് കൂടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. നാരായണീയം വായനയ്ക്ക് വേണ്ടിയിട്ട് അവരൊപ്പം പോയിട്ടുണ്ട്. അവർ മാതൃസമിതിയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ സമുദായത്തിലുള്ള ഒരാൾ. പക്ഷെ എങ്കിലും ഇപ്പം എനിക്ക് കണ്ണത്രയും പിടിക്കുന്നില്ല, അതാണ് പോവാത്തത്. അപ്പോൾ അവർ അന്വേഷിക്കുകയോ ചെയ്യുന്നത്. സ്നേഹമുള്ളൊരു കുടുംബമാണ് അവർ. മറ്റുള്ള സ്നേഹം ഇല്ലാന്നല്ല, ഈ കാര്യത്തിൽ ഈശ്വരാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു മുമ്പിലാണ്. ബാലകൃഷ്ണൻ, ശശികല എന്നൊക്കെ പറയും. അവരാണ് അമ്പലം നടത്തി വരുന്നത്. നാഗംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഞങ്ങളവിടെ പോയിട്ടുണ്ട്. അവിടെ 1-2 ഏതൊക്കെ ചില ആഘോഷങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതെ, അല്ല അതൊന്നും എനിക്കറിയില്ല, അറിയാലോ. അപ്പോൾ എന്താ പറഞ്ഞാൽ അവരെയൊക്കെ ഒരു സഹായം എനിക്കിപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ആ കാര്യം എന്താ വെച്ചാൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഞാനും അവരിങ്ങോട്ടും അന്വേഷിക്കും. ഈ കുട്ടികളെ കുറച്ചൊക്കെ അതിന് യഥാർത്ഥ കാരണം അതുകൂടി പറയണ്ടേ, ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഓർമ്മയില്ലെങ്കിലും വെച്ചിട്ടാണ് എഴുതി വെച്ചതാണ് കൊടുക്കുന്നത്. അപ്പോൾ
ഈ കൈകൊട്ടിക്കളി ഇപ്പം തുടങ്ങാൻ കാരണം ഇതിന് മുമ്പ് ക്ഷേത്രങ്ങളിൽ ആരും കളിച്ചിട്ടില്ല എവിടെയും. കൈകൊട്ടിക്കളിയൊക്കെ അറിയാമെന്നല്ലാണ്ട് ഒരു ക്ഷേത്രത്തിൽ പോകാനോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല മുമ്പ് എൻ്റെ പിൻതലമുറക്കാർക്ക്. അപ്പം ഞാനിങ്ങനെ അമ്പലത്തിൽ അന്ന് ഇതൊന്നല്ല ഒരു 10-15 കൊല്ലം മുമ്പേ തോന്നുന്നുണ്ട്, അത്ര ഇപ്പം എനിക്ക് അറിയുന്നുള്ളൂ. അവിടെ ചാലക്കുടിക്കാരാണോ സംശയമുണ്ട്, നമ്പൂരക്കന്മാർ. അവർ സപ്താഹം വായിക്കുകയാണ് അമ്പലത്തിൽ. അന്ന് പിന്നെ നമ്പൂരാർ പറഞ്ഞു ഇന്ന് രുക്മിണി സ്വയംവരാണ്, അപ്പം അതുകൊണ്ടൊന്നൊരു കൈകൊട്ടിക്കളി വേണം, ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ചോദിക്കേണ്ടായി ഇത്ര. അപ്പം ഞാൻ അന്ന് രുക്മിണി സ്വയംവരല്ലേ ഒരു 9 മണിക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ പോരുമ്പോൾ വേറെ നെല്ലടി കുഞ്ഞുമാളമ്മ പറഞ്ഞൊരു സ്ത്രീ, മാർഗശ്ശേരി തങ്കമ്മ പറഞ്ഞൊരു ഒരു അമ്മമാരാണ്. അവർ പഠിച്ചവരാണ്, അവരൊന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവർ പറഞ്ഞു വാസു ഇന്നിങ്ങനെ എന്നെ അങ്ങനെ വിളിക്കുക, വാസുദേവാനൊന്നും വിളിക്കില്ല. അങ്ങനെ നമ്പൂരാർ പറഞ്ഞു ഒരു കൈകൊട്ടിക്കളി വേണം, എനിക്ക് മുമ്പേ നേരത്തെ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞു. അതെ, അപ്പം എന്താണ് ആ കാര്യം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ പഠിച്ചതാണ്, പാട്ട് എനിക്കറിയാം, പക്ഷെ കളിക്കാൻ ആൾ വേണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു, അവരോടെന്നെ നേരിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇനി പിന്നെ കുട്ടികൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വിധി ഉണ്ടച്ച അടുത്ത വർഷം ഇവിടെ അമ്പലത്തിൽ പാട്ടുകോറി ഇടുന്ന സമയത്ത് കളിക്കാം. ഇന്നത്തെ പരിപാടി സാധിക്കില്ല, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ആൾ വേണ്ടേ കളിക്കാൻ. അങ്ങനെ ഒരു വാക്ക് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ കുട്ടികൾ 4 പുറം കുട്ടികളുണ്ട് എന്നല്ലാണ്ട് കുട്ടികളൊന്നും ഞാൻ അറിയില്ല, 4 പുറം പെൺകുട്ടികളുണ്ട്. അങ്ങനെ നേരെ ചെന്ന് പെൺകുട്ടികളുള്ള വീട്ടിൽ, നമ്മുടെ അടുത്ത വീട്ടിൽ കുട്ടികളെ എങ്ങനെ കളി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അങ്ങനെ ഉദ്ദേശം ഉണ്ട് എനിക്ക്. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്കിതൊന്നും അറിയില്ല പറഞ്ഞവർ. എന്നാൽ പഠിക്കാൻ തയ്യാറായിക്കോളൂ, എല്ലാവരും ഓരോ പുസ്തകം വാങ്ങണം, എല്ലാവരും ഓരോ നോട്ട് പുസ്തകം വാങ്ങി. അപ്പോൾ ഒരു ദിവസം നിശ്ചയിച്ചു, നല്ല ദിവസം നോക്കിയിട്ട് വേണം പാട്ട് പാടാൻ തുടങ്ങാൻ. അങ്ങനെ പാട്ട് പാടാൻ ഒരു പുസ്തകം വാങ്ങി പാട്ടുകൾ എഴുതി കൊടുത്തു. അപ്പോൾ രീതി അവർക്ക് അറിയില്ല, എങ്ങനെ പാടേണ്ടതെന്ന് അറിയില്ല, പല രീതിയാണ് കൈകൊട്ടിക്കളിയിൽ. രീതി പറഞ്ഞു കൊടുത്തു, നല്ല ദിവസം നോക്കി തുടങ്ങി. അങ്ങനെ കുട്ടികൾക്ക് അത്യാവശ്യം പാടാനും കളിക്കാരായി. 1 വർഷം വേണ്ടുവന്ന് അവരെ പഠിപ്പിക്കാൻ. എത്ര കുട്ടികളാണ്? 12 പേര് അതിലുണ്ട്. ശിവന്റെ സംക്രമങ്ങൾക്കും അവതരിപ്പിക്കാറുണ്ട്. ഉണ്ട്, അവിടെ അവതരിപ്പിക്കാൻ സാറ് അറിയാലോ. അങ്ങനെ ഈ 12 വർഷത്തിനിടയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുവിധം നമ്മുടെ ഈ ഭാഗത്ത് കൂടെ ക്ഷേത്രങ്ങൾ കൂടെയൊക്കെ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് കളിപ്പിച്ച് സംഭാവന ചിലയിടത്തുനിന്നൊക്കെ കിട്ടും, ചിലയിടത്തുനിന്ന് ഓരോ ഫോട്ടോയൊക്കെ കിട്ടും. എന്ത് കിട്ടിയാലും വിദ്യ വലുതാവട്ടെ എന്നുള്ള ചിന്താഗതി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാശ് കിട്ടിയ പൈസ അവരുടെ കയ്യിൽ കൊടുക്കും, നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ട. അപ്പോൾ കുട്ടികൾ പറയും നിങ്ങൾ എടുത്തോളൂ, നിങ്ങളല്ലേ പഠിപ്പിച്ച് തരണം, അത് വേണ്ട, ഞാൻ ഇപ്പം അത്യാവശ്യം പഠിച്ചു പോകുന്നില്ലേ, നിങ്ങൾക്ക് മാല പൊട്ടൊക്കെ വേണ്ടേ, എനിക്ക് പൈസ നിങ്ങൾ എടുത്തോളും പറഞ്ഞ് തിരിച്ചു കൊടുക്കുക ചെയ്യാം. അങ്ങനെ 12 വർഷം എല്ലായിടത്തും കൂടി കളിച്ചു. അതിൻ്റെ ഇടയിൽ വിട്ടുപോയി, മറ്റേ ബാലകൃഷ്ണൻ ശശികല പാട്ടുകോറി ഇട്ട സമയത്ത് അവിടെ ചെന്ന് ചോദിച്ചു, അങ്ങനെ കുട്ടികളെ അത്യാവശ്യം കളിക്കാരായിട്ടുണ്ട്, കളിച്ചോട്ടെ ചോദിച്ചു. അവർ സമ്മതിച്ചു, കളിച്ചോളാൻ പറഞ്ഞു. പാട്ടുകോറി ഇട്ട സമയത്ത് അമ്പലത്തിൽ അവിടെ ചെന്ന് കുട്ടികളെ കൂട്ടി കളിപ്പിച്ചു. അവിടുന്ന് അവരിട്ട പേരാണ് വാസു ആശാൻ പോത്തൻകുന്ന് എന്ന്. അവരിട്ട പേരാണ്. അതിന് മുമ്പ് ഞാൻ PK വെറും വാസുദേവനാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പേര് അവരായിട്ടുണ്ടാക്കി തന്നതാണ്. അത് അവരെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അമ്പലത്തിനെയും ഭഗവതി ഗുരുവായൂരപ്പന അവിടെ പ്രതിഷ്ഠ, അല്ല മഹാവിഷ്ണു എന്ന് എഴുതി വെച്ചേക്കണം, പക്ഷെ ഗുരുവായൂരപ്പന സങ്കല്പം. ഗണപതിയുണ്ട്, അതെ, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ 12 വർഷം പിന്നെ ഇവിടെ നമ്മൾ സ്കൂളിൽ എത്ര വരെ പഠിച്ചു? അങ്ങനെ 5ാം ക്ലാസ് വരെ പഠിച്ചു. എവിടെ പഠിച്ചത്? തർക്കശ്ശേരി.
വാസു ആശാൻ്റെ കയ്യിൽ പല പഴയകാല രേഖകളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി, വിദ്യാഭ്യാസത്തെപ്പറ്റി, അങ്ങനെ പലതും. അവയെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ ബലം. അപ്പോൾ ഇതിൽ കളിക്കാൻ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ പിറന്നാൾ 84-ാം പിറന്നാളാണ് മണ്ണാടി. ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 2-3 പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതെ, മണ്ണാടിയല്ലേ. അപ്പോൾ ഈ കളിക്കാണ് പോയത്. അവിടെ ചെന്ന് കളിച്ചു. അന്ന് എന്താ ശബരിമല മേൽശാന്തി വരുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ കളിച്ചു. അപ്പോൾ അവർ തന്ന നോട്ടീസാണിത്. അതിലാണ് എൻ്റെ യഥാർത്ഥ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്താ സാർ, അപ്പോൾ ആ ഒരു കളിയിൽ എനിക്കിതൊക്കെ കിട്ടി. പിന്നെ കുട്ടികളൊക്കെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ, വാസു ആശാൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പല അനുഭവങ്ങളും കൈപ്പേറിയതായിരുന്നു. അതിനെപ്പറ്റി വിവരിക്കുകയുണ്ടായി. പലരിൽ നിന്നും നേരിട്ട നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടായി. അതെല്ലാം ഒന്നൊന്നായി വാസു ആശാൻ ഓർമ്മിക്കുന്നു. പറയാ ഇനിയിപ്പോൾ പറയത്തക്ക വിദ്യാഭ്യാസം ഇവിടെ എവിടെ ഏത് സ്കൂളാണ് പറഞ്ഞത്? തടുക്കശ്ശേരി. എത്രാം ക്ലാസ് വരെ? 5-ാം ക്ലാസ് വരെ. 5-ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസത്തിന് പോയില്ല. പോയിട്ടില്ല. വീട്ടിലെ സാഹചര്യത്തിൽ നിന്നും പോയില്ല. അപ്പോൾ അന്നത്തെ സർട്ടിഫിക്കറ്റ് അന്ന് രാമാഷ് പറഞ്ഞ ആളുണ്ട്, കള്ളയം പരിഹാരം പറഞ്ഞ രാമാഷാണ്. അവരുടെ വിദ്യയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവരാണ് ഹരിശ്രീ കുറിച്ച് തന്നിട്ടുള്ളത്. ആ വിദ്യ ഇന്നും മനസ്സിലുണ്ട്. ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു എന്താ ദൈവമേ കൈതൊഴാന്നുള്ളൊരു ശ്ലോകം പഠിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴും പ്രാർത്ഥന ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാക്കണേ എന്നുള്ളതല്ലേ? അതെ അല്ലേ? അതെ. പാപമാമെന്നെ നീ കാക്കുമാറാക്കണം അല്ലേ? സംസർഗം വരാതിരിക്കണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാവണം, നല്ല വാക്കോരുവാൻ ത്രാണിയുണ്ടാവണം, സത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാവണം. ഇങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ സോമസർഗമയ ജ്യോതിർഗമയ അങ്ങനെയുണ്ട്. അത് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ വരികൾ മറന്നിട്ടില്ല ഞാൻ 1-ൽ പഠിക്കുന്ന കാലം. ഇപ്പോൾ വയസ്സിപ്പോൾ 76ആയി. 1-ാം ക്ലാസ്സിൽ ടീച്ചർ ഓർമ്മയുണ്ടോ? 1-ാം ക്ലാസ്സിൽ ടീച്ചർ പേരാണ് രാമാഷാണ്. 2-ലോ? 2-ല് ഗോപി മാഷ് പറഞ്ഞ ആള് കുളത്തൂര്. 3-ാം ക്ലാസ്സിലോ? 3-ാം ക്ലാസ്സിൽ രുക്മണി ടീച്ചർ പറഞ്ഞ ആളുണ്ടായിരുന്നു. 4-ല് മറ്റേ രാധാകൃഷ്ണ മാഷായിരുന്നു കുളത്തൂര്. 5-ല് പിന്നെ വാസുമാഷ് പറഞ്ഞ ഒരാൾ വരാണ്. അയാൾ മാഷായിട്ട് കയറിയതാണ്. ബാക്കി എല്ലാവരും നായന്മാരാണ്. അന്ന് 2-ാം ക്ലാസ്സിൽ വല്ല പദ്യങ്ങളും ഓർമ്മയുണ്ടോ? അത്ര ഓർമ്മ കിട്ടുന്നില്ല. തൂമ തൂകുന്ന തൂമരങ്ങൾ എന്തെങ്കിലും അങ്ങനെ വെള്ള അത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് അതല്ല, അത് അതിന് മുമ്പാണ്. അതിന് ശേഷമാണ് ഞാൻ ആദ്യം ചേർന്ന ചിത്രാവലിയിലാണ് 1-ൽ. അതിൻ്റെ മുമ്പാണ് ഭാഷാവിലാസിനി. അതിൻ്റെ മുമ്പ് പുത്തമ്പൂരിലെ പത്മാവതി അമ്മയ്ക്കില്ലേ, അവർ ഭാഷാവിലാസിനെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചേരുമ്പോൾ കേരള പാഠാവലി അറിഞ്ഞിട്ടില്ല, ചിത്രാവലിയാണ്. അത് ഇത്ര പോണ്ട് ഒറ്റ പുസ്തകം, വലിയ ബുക്കാണ്. പിന്നെ 2-ലേക്ക് ആകുമ്പോഴാണ് കേരള പാഠാവലി വന്നിട്ടുള്ളത്. അതൊക്കെ ഓർമ്മയുണ്ട്. അതിലേതെങ്കിലും പാഠങ്ങളോ പദ്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ? അതൊന്നും ഓർമ്മ കിട്ടാനില്ല. കാലയില് ഏതോ ഒരു പദത്തിൽ
ഈ വല്ലിയിൽ നിന്നു അതെ. ചെമ്മൈപ്പൂക്കൾ പോകുന്നിതാ അത് ഞങ്ങൾ 3ാം ക്ലാസ്സിലാണ് പഠിച്ചത്. അതെ, കുമാരനാശാൻ്റെ കുമാരനാശാൻ. ഈ വലിയിൽ നിന്ന് ചെമ്മൈപ്പൂക്കൾ പോകുന്നു ഇതാ പറന്നമ്മേ ആ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമാരനാശാൻ്റെ കവിതയാണത്. അത് ഞങ്ങൾ 3ാം ക്ലാസ് പഠിച്ചു. നിങ്ങൾ എത്രയിലാണ് പഠിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അതെനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പ്രായമായവരോട് ചോദിച്ചാലേ ആ കാലത്ത് ഇതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഇതിനെ പറ്റിയുള്ള ഓർമ്മകളും അവർ സൂക്ഷിക്കാറില്ല. എനിക്ക് ഓർമ്മ നിൽക്കാനുള്ള യാതൊരു സാഹചര്യം ഒത്തു കിട്ടിയില്ല. പഠിക്കണം, വീട്ടിലത്തെ പണികളൊക്കെ നോക്കണം, പിന്നെ അച്ഛനമ്മയൊക്കെ പണിക്ക് പോകും, പിന്നെ വീട്ടിലത്തെ കുട്ടികളെ നോക്കലും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്കൂടെ. അച്ഛൻ്റെ പേരെന്തായിരുന്നു? അച്ഛൻ്റെ പേര് കോമുണ്ണി. കോമുണ്ണി കോമുണ്ണി നമ്മുടെ ഈ ജോലി തന്നെയായിരുന്നു. അതെ അല്ലേ? അമ്മയുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി. പിന്നെ വീട്ടിൽ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ? അന്ന് അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു, മുത്തശ്ശി. പിന്നെ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അവരൊക്കെ വേറെ അങ്ങനെ പോയി, വയസ്സായ ആൾക്കാരില്ല. അവരാണ് എൻ്റെ തെറാബോധ എന്നുള്ളതൊക്കെ പഠിപ്പിച്ചത്. അച്ഛൻ്റെ അച്ഛൻ പഠിപ്പിച്ചു. അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര് കായി എന്നാണ്. കായി മുത്തെന്നാ പറയുക. കായി. അവരുടെ അച്ഛൻ്റെ പേര് ഓർമ്മയുണ്ടോ? അവരുടെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേരാണ് എൻ്റെ അച്ഛൻ ഇട്ടത്, കോമ. അതിനെ കോമുണ്ണി എന്നാക്കിന്ന് മാത്രം അവർ തന്നെ. കോമ. അമ്മയുടെ പേരിൻ്റെ ഓർമ്മയുണ്ടോ? അമ്മയുടെ അമ്മ ഇവിടെ അതിനെ കൊടുന്നതാണ്. പേരെന്തായാലും ഓർമ്മയുണ്ടോ? പേര് പരിയാണിയെന്നോ അങ്ങനെ എന്തോ ആണ്. പഴയ കാലത്തെ പേര് അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, അതറിയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അതെ, അതിൽ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ താവഴിയിൽ കുറേ ആളുണ്ട്, പെണ്ണുങ്ങളായിട്ട് 6-7 പെണ്ണുങ്ങളും 2 ആണുങ്ങളൊക്കെയാണ്. അത്രയും വലിയ കുടുംബം. ഇതും ഒക്കെ എങ്ങനെ കിടക്കണമെന്ന് അറിയില്ല. പൂർവികമായിട്ട് തടുക്കശ്ശേരിയിൽ തന്നെയാണ് വീട്. അതെ, ഞങ്ങൾ എവിടുന്ന് വന്നിരുന്നില്ല, അവിടെ തന്നെയുള്ളതാണ്. നാഗംകുളങ്ങര ദേവസ്വം അവരെ സ്ഥലം. നാഗംകുളങ്ങര ഭഗവതിയുടെ അവരെ വെള്ളാട്ടി ദേവസ്വം ആ സ്ഥലത്ത് പെട്ടത് ഞങ്ങൾ. താമസിക്കുന്ന സ്ഥലം പോത്തങ്കുന്ന്. അത് പറഞ്ഞോളൂ. ഇപ്പൊ ആശൻ താമസിക്കുന്നത് പോത്തങ്കുന്ന്, തടുക്കശ്ശേരിയിൽ പോത്തങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മുടെ മെയിൻ പത്തിരിപ്പാല കോങ്ങാട്ട് റൂട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് പോകണം. അവിടെയാണ് ഇപ്പൊ ആശൻ താമസിക്കുന്നത്. ഈ സ്ഥലം തടുക്കശ്ശേരി UP സ്കൂൾ കഴിഞ്ഞ് പടിഞ്ഞാട്ട് മാറി 100-150 മീറ്റർ അപ്പുറത്ത് ഉള്ള വഴിയാണ്. ഞാൻ ആശാനെ നാങ്കുളങ്ങര അമ്പലത്തിൽ ശങ്കരമംഗലത്തിൽ വെച്ച് ധാരാളം കാണാറുണ്ട്. ഇപ്പൊ ശങ്കരമംഗല അമ്പലത്തിൽ ഇതുമാതിരി ഭാഗവത സപ്താഹം നടക്കുമ്പോൾ രുക്മിണി സ്വയംവരത്തും ദിവസം ആശാന്റെയും അവരുടെ കുട്ടികളുടെ തിരുവാതിരക്കളി ഉണ്ടാവാറുണ്ട്. ഞാനത് ആസ്വദിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ കൂടാറുണ്ട്. ഇനി അപ്പോൾ ഒരു പാട്ടുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. എന്ത് ചെയ്താലും കുഴപ്പമില്ല. പാട്ടുപാട് എന്താ ഇനി കയ്യിലുള്ളത് വെച്ചാൽ അറിയണത് മതി. ഇപ്പൊ അതിലത്തെ നോക്കിയിട്ടൊന്നും വേണ്ട. ഇതാരെഴുതിയതാ? ഇതൊക്കെ ഞാൻ എഴുതിയതാ. അതെയോ? നോക്കട്ടെ. അന്ന് കയ്യാക്ഷരം അത്രയും സ്ലൈറ്റിൽ എഴുതി പഠിച്ചതല്ലേ. 5 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. ഇത് ആദ്യത്തെ പേരേതാ? ഇത് പരിചയപ്പെട്ടും കളി ആദ്യം പഠിച്ചതാണ്. അതിൻ്റെയാണ്. അതിൻ്റെ 2 പേര് പാടാക്കോ. കൃഷ്ണ എല്ലാവരും നാരായണ സരസാലോ ജനേ
സകല ജഗൻ മായേ മായാ സീത ദേവി പാലിച്ചു പതേ നാലു ലോകം രാഘവൻ താനം പാലിച്ചു പതേ നാലു ലോകം രാഘവൻ താനം ശേദിച്ചു ചിത്ര കൂടം കെട്ടി പർണാശാലയ ശോഭിച്ചു വസിക്കുന്നിതു കേട്ടിതു നിശാചരവേ നുതമനായൊരു മാരീജൻ പൊന്മാനുമായി നിശാചരവേ നുതമനായൊരു മാരീജൻ പൊന്മാനുമായി കളികളിലതിശയം കനകമയാമൃഗം കളികളിലതിശയം കനകമയാമൃഗം ലളിതം കണ്ടവൾ സീതയാം കളികളിലതിശയം കനകമയാമൃഗം ലളിതം കണ്ടവൾ സീതയാം മാനിതോ കൗതുകം ഭർത്താവേ പിടിപെട്ടിതു മാനിനെ എന്നവളും മാനിതോ കൗതുകം ഭർത്താവേ പിടിപെട്ടിതു മാനിനെ എന്നവളും കളിച്ച മാനിനെ പിടിപ്പതിനൊരു കഴിവു കണ്ടില രഘോത്തമൻ കളിച്ച മാനിനെ പിടിപ്പതിനൊരു കഴിവു കണ്ടില രഘോത്തമൻ അയച്ചു ബാണം തറച്ചു മാറിൽ അലറി വീണിതു മരിച്ചുമാൻ ലക്ഷ്മണ തമ്പി വരിക ബാല സീതേ ശശിമുഖി മരിച്ചു ഞാൻ ലഭിച്ചു മലരടി അടിയനു തപകതി ലഭിച്ചു മലരടി അടിയനു തപകതി സാരസാലോ ജനേ സകല ജഗൻ മായേ മായാ സീത ദേവി അതങ്ങനെ യെസ് ഓക്കെ ശരി ധർമാനന്ദന വീരദാത്രീ പാലകൻ മാക്കോ ധർമാനന്ദന വീരദാത്രീ പാലകൻ മാർക്കോ ചർമ്മമുള്ളൊരു കാലേ ധർമ്മങ്ങൾ വേണമല്ലോ ചർമ്മമുള്ളൊരു കാലേ ധർമ്മങ്ങൾ വേണമല്ലോ മന്നവാ നമ്മെ പോലെ ഉന്നത സുഖമുള്ളോ മന്നവാ നമ്മെ പോലെ ഉന്നത സുഖമുള്ളോ
മഞ്ഞിലിപ്പോഴും ദോർത്താൽ മറ്റാരുമില്ല നൂനം ചാതുര്യമേറും ഭവാൻ മാതോലനോടോ കൂടി ചാതുര്യമേറും ഭവാൻ മാതോലനോടോ കൂടി ചൂതോ കളിച്ചു കാൺമാൻ കൗതുകം മാമ പരം ചൂതോ കളിച്ചു കാൺമാൻ കൗതുകം മാമ പരം മാതോലൻ മാട മുന്ന ചോദിനോ പാണ രവം മാതോലൻ മാട മുന്ന ചോദിനോ പാണ രവം ആദോരഭാവ വന്നേ ആശോ ഞാനെന്തോ ചെയ്വോ ധർമാനന്ദന വീര ധാത്രിപാലകൻ മാർഗോ. അത് മഹാഭാരതത്തിലെ കുട്ടിക്കളിയിലത്തെയാണ് കുറച്ച് ഭാഗം. ഇത് കുറച്ച് വരികയുള്ളൂ. അത് ഏതാ ഇഷ്ടം അവൾക്ക് വെച്ചാൽ ഈ അതനുസരിച്ച് പരിചമുട്ടുകളിയുടെ സ്റ്റെപ്പ് ഇപ്പോൾ വെക്കാൻ വയ്യ. അത് വയ്യ. വയ്യ. ഒത്തിരി ബുദ്ധിമുട്ടാണ്. പാട്ടറിയാം. യെസ്, പാടിയാൽ മതി. ഇത് ഭഗവാൻ ശിവനും പാർവതിയും കിടന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ വാട്ടെ. എന്തിനായിട്ടിന്നലെ എന്നെ തന്നെയാക്കി പോയി പോയതിക്കില്ലേ നല്ല കാമിനിമാരാരും. എന്തിനായിട്ടിന്നലെ എന്നെ തന്നെയാക്കി പോയി പോയതിക്കില്ലേ നല്ല കാമിനിമാരാരും. കാമിനിമാർകളെ തന്നെ തേടിയല്ലേ പോയി ഇപ്പോ വന്നിട്ടർദ്ധരാത്രി എന്നെ വിളിക്കേണ്ട. വാതിലോ തോറക്കുബാലെ ശങ്കരനാണേ ഞാൻ. വാതിലോ തോറക്കുബാലെ ശങ്കരനാണേ ഞാൻ. ഗംഗയില്ലേ ഭാര്യയായിട്ടെന്തിനാണേ ഞാനേ ഈ വചനമെന്നോടിപ്പോൾ ചൊല്ലിടുക വേണ്ട. ഇത്ര കൃപയില്ലയോ നീ പാർവതി നിനക്കെന്നെ. നിദ്ര വന്നു ശോഭിക്കുന്നു ഭദ്രമാക്കരൂരേ. ഇങ്ങനെ പറഞ്ഞു തമ്മിൽ നേരവും പുലർന്നു. കാകനോടെ ശബ്ദം കേട്ടു സൂര്യനുമോദിച്ചു. എന്തിനായിട്ട് ശബ്ദം കേട്ടു സൂര്യനുമോദിച്ചു. ഇനി കുമ്മിടിയ ഭഗവാനെ. വൻകരി വാദനൻ വാണി ശങ്കര പ്രണയിനിയും
നാരദൻ വ്യാസനാം കൃഷ്ണൻ ആദരാൽ തോണയ്ക്കുള്ളിൽ അക്ഷരാദീപനായുള്ള ഇക്ഷിതിയിൽ ഖ്യാതിയോടെ ഇടതികഥ മുഖ്യമാകും മണ്ണൂർദേശേ വിഖ്യതമാം ചേറക്കിലേ ഇടതികഥ അയ്യപ്പനേരോത്തച്ഛനും എൻ ഗുരുവും തോണയ്ക്കണം തരികിടനികഥ സന്തതം ചേവടിയെങ്കിൽ ചിന്തയിൽ തോണായരുൾകാം രതികഥ എന്തദാനം ജനനിക്കും സന്തതം സഭയോടർക്കെല്ലാം അതികഥ വന്ദനം ഞാൻ ചെയ്തിടുന്നേ ചിന്തയിൽ ഭാവിച്ചിടണം കരികിളതികഥ നാഗഗോളത്തേഴോ അമ്മ ഭഗവതി തോണ ചെയ്യണം അടിയൻ പരിജമേൽ വന്നു കുടികൊള്ളേണം അമ്മേ ദേവി തതികഥ വൻകരീവാദനൻ വാണി ശങ്കര പ്രണയിനിയും നാരദൻ വ്യാസനാം കൃഷ്ണൻ ആദരാൽ തോടേക്കെന്നുള്ളിൽ എന്നുള്ളൊരു അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം അതിൽ വലിയ വിദ്വാനാണെന്നുള്ള നിലയ്ക്കൊന്നുമല്ല. ആ ആകാമെന്നുള്ളൊരു ഭാവം ഉണ്ടാവാതിരിക്കണം, അത്രേ വേണ്ടു. സാന്ദ്രാനന്ദഭവബോധാത്മകം അനുപമമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാൽ ശ്രീ പവനപുരപദേ ഹന്തഭാഗ്യം ജനാനാം. സാധിക്കാതെ കളിയൊക്കെ അറിയാം, അതിൻ്റെ കൊട്ടുകളും അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ അത് കൊട്ടിക്കാണിക്കാനുള്ള സാധനമൊന്നും ഇവിടെ കയ്യിലിരിക്കണം, അത് പഠിച്ചിട്ടുണ്ട്. ഒരു ഇരയിമ്മൻ തമ്പിയുടെ ജയ ജയ നാഗകേതന എന്നുള്ള പാട്ടൊക്കെ അറിയും? അറിയില്ല. അവിടെ കളിയിലുണ്ട്. അത് പാടണത്തെങ്കിൽ വേറെ വിഷയമാണ്. അതിൽ എടുത്ത് പാടാൻ പിന്നിലാൾ വേണം, എന്നാലേ മുമ്പിലത്തെ വരി കിട്ടും. ജയ ജയ നാഗ കേതന ഞാൻ പഠിച്ചിട്ടുണ്ട്, കൈകൊട്ടി കളിയിലത്തെ പാട്ടാണ്. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ മുൻപാട്ട് പാടിക്കൊടുത്താൽ പിൻപാട്ട് കുട്ടികൾ പാടും. അങ്ങനെയാണ് ഇത് വർദ്ധിച്ച് വരുന്നത്. മുൻപാട്ട് ഞാൻ എടുത്തിട്ട് പാടി സ്റ്റെപ്പ് ഒന്നായി കാണിച്ചു കൊടുക്കണ്ടു, പിന്നെ അവരങ്ങോട്ട് പാടിക്കൊടുക്കും. അങ്ങനെ ഏത് പാട്ട് പാടണോ മുൻപാട്ട് ഞാൻ 2 or 3 വരി പാടണം, ബാക്കി അവർ പാടിക്കൊടുക്കും. അങ്ങനെയാണ് ഈ കല അത്രയും നന്നായി വരാൻ കാരണം. പിന്നെ അത് ഒരു കാലഘട്ടം വരെ നിന്നു. ശരി, അടുത്ത് പാടിക്കോളൂ. ഏതാനി എന്തോന്ന് പണൻ്റെ പറഞ്ഞല്ലോ. പിന്നെ വീരനാന്നുള്ളതിൻ്റെ ഭാര്യ സുന്ദരി ദമയന്തി അതൊക്കെ പാട്ടുകളുണ്ട്. അതിൻ്റെ കുറച്ചുപാട്ട് രീതിയാണത്. അങ്ങനെ ഓരോ പാട്ടിനും ഓരോ രീതിയാണ്. പിന്നെ കോലടിയിലത്തെ പാട്ടുണ്ട്, കോലടി പഠിച്ചിട്ടുണ്ട്. അത് വേറെ
ഈ പെൻഷൻ കിട്ടുന്നത് അവശകരകാരന്റെ പെൻഷനാണ് അല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സാമൂഹ്യ സുരക്ഷ. വാർദ്ധക്യകാല പെൻഷൻ ഈ അവശകരാകാരന്റെ പെൻഷൻ രണ്ടും കൂടി കിട്ടില്ല അല്ലേ? ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ അല്ലേ? ഒന്നും അറിയില്ലേ, അതെ. വാർദ്ധക്യകാല പെൻഷൻ എന്നൊക്കെ വരുന്നുണ്ട്. ഇത് ബാങ്കിൽ വരികയല്ലേ, അത് അവിടെ കൊടുന്നു തരും. അവിടെ കൊണ്ടുവരും. അപ്പോൾ മുംബൈയിലും ബാങ്കിലായിരുന്നു. ഇപ്പൊ കൊണ്ടുവന്നേരാണോ? ആ, അപ്പൊ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവരും പൈസ ഇട്ട്. അങ്ങനെ തന്നെ. അതെ, അല്ലാതെ ബാങ്കിലേക്ക് ആക്കാൻ പറ്റില്ല. ബാങ്കിലേക്ക് ആക്കണ്ടാച്ചിട്ടാണ്, എവിടെയും പോകണ്ടല്ലോ. അക്കൗണ്ട് സൊസൈറ്റിയിൽ വരും, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ വരും. അപ്പൊ അവരതിനൊരാളെ വെച്ചിരിക്കുകയാണ്. അവരിവിടെ വരും, അത് വാർഡ് മെമ്പറോ അവരുടെ ആൾക്കാരാരെങ്കിലും ആവും. കാണാതറിയാം. പക്ഷെ ജനകപുത്രി ഹനുമാൻ കയ്യിൽ ചോടരത്നം നൽകി ലങ്ക ചുട്ടിട്ടിങ്ങു പോന്നോ രാവണ രാമനോടു ചൊന്നാൽ നളനെ വേളി ചരുളി ചെയ്തു ചിറപടുക്കയെന്ന് നളനും വന്നോ ചിറപടുത്തു ചിട്ടയാക്കി പോയി അക്കരെ കടന്നോ രാമൻ മർക്കടപ്പടയോടെ അപ്പുറം വാളഞ്ഞു കോട്ട ഗോപുരം തകർത്തു വമ്പനാകം കുംഭകർണൻ അമ്പിനാൽ മരിച്ചു ഇന്ദ്രജിത്തേന്നുള്ളവനെ ഇളയ മന്നൻ കൊന്നു രാമദേവനോടെതിർത്തു രാവണൻ മരിച്ചു സാധുവാം വിഭീഷണനോ രാജകം കൊടുത്തു പുഷ്കരാക്ഷീസിതാദാനം പുഷ്പഭങ്കരയേറി അതിൽ പൂക്കു ചെന്ന യോഗ്യ പൂക്കോ വാണരോളം കാലം. ഇത് ഉമ്മിൻ്റെ ഇത് ഒരുപാട് ഇത് അക്കരെ കടന്നു രാമൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ കളിയുണ്ട്. അക്കരെ കടന്നു രാമൻ ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റും. അതിപ്പോ കുട്ടികളും ഇല്ലാത്ത എങ്കിലോ പണ്ടോ പാണ്ഡവൻ മാരെല്ലാം എങ്കിലോ പണ്ടോ പാണ്ഡവൻ മാരെല്ലാം വേദമോടെ കടലിൻ്റെ മന്നേരം വാഴോന്ന കാലം പാഞ്ചാലി തന്നോടെ വാഴോന്ന കാലം പാഞ്ചാലി തന്നോടെ മാരത്താപം പോനീതു തിരകൻ മുല്ലാർബാണന്റെ ബാണങ്ങ മുല്ലാർബാണന്റെ ബാണം ലേക്കായ ചില്ലി കൊണ്ടന്നെ തലോന്ന തല്ലുകൾ കൊല്ലോവനായ്ത്തോ ദങ്ങുന്നോ രന്നെ നീ കൊല്ലുവാനായ്ത്തോ ദങ്ങുന്നോ രന്നെ നീ കല്യാണി ശൈലന്ദ്രി നീയേ പോൽ രാജസും
നാഗീലോ തന്നെ നീ വ്യാജം ചൊല്ലാതെ വന്നു പോം നർമാലും എങ്കിലോ പണ്ടു പാണ്ഡവൻ മാരെല്ലാം ഭേദമോദേവി ജടന്റെ മന്നേരം. ആ കുട്ടികളുടെ പേര് പറയൂ. എന്ന് നമ്മൾ കൈകുട്ടികളി പഠിപ്പിച്ച കുട്ടികൾ ആരൊക്കെയായിരുന്നു? അല്ല, കുറച്ച് ആൾക്കാർ. ആ, ഒരു കുറച്ച് ചിലര് പഠിപ്പിച്ചതിൽ ചിലവര്. ആദ്യത്തെ സുഭദ്ര. അതെ, പോത്തങ്കുന്ന്. സുഭദ്ര പോത്തങ്കുന്ന്. സ്ഥലം കൂടി പറഞ്ഞോളൂ. അതൊക്കെ അവിടെ ഉള്ള തന്നെ. സുഭദ്ര പോത്തങ്കുന്ന് ആദ്യത്തെ ആള്. പിന്നെ സുഭദ്ര, രാജി പോത്തങ്കുന്ന്, ശാലിനി പോത്തങ്കുന്ന്, ഷേബ പോത്തങ്കുന്ന്. ഇവർ 4 ആളാണ് ഒരു പാട്ട് പാടിയാൽ മുഴുമിക്കാൻ പറ്റുന്നവരുള്ളൂ. ബാക്കി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നെ കുട്ടികളുണ്ട്. പിന്നെ കുട്ടികളുള്ളത് അനി, ഒരു കുട്ടിയുടെ പേര് അനി, അവിടെ തന്നെ പോട്ടെ. പിന്നെ നിത്യ, നിമ്മി, അത് 2 കുട്ടികളാണ്. ഒരു കുട്ടി അവരൊന്നിപ്പോൾ വരുന്നില്ല, കളിയിലൊക്കെ അവർ ഇപ്പൊ ഈ പറഞ്ഞവരൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? പക്ഷേ അവർക്കൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, വീട്ടുപണി, പണിക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള പണിയാണ്. ഇതില് പ്രശസ്തി ഷീവയ്ക്കാണ്. അവളാണ് മുമ്പേ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ അവൾ മനസ്സിലാക്കും. അങ്ങനെ ഒരു കുട്ടിയാണ്. സ്നേഹമുണ്ട്, വലിയ ഉറപ്പല്ല, സന്തോഷമായിട്ടുള്ള ജീവിതമാണ് അവര്. അവന്റെ രാധാകൃഷ്ണൻ അപ്പോ പിന്നെ മുരളി ചെവി വെക്കില്ല. ശരി, അവന്റെ ഭാര്യ രാജി. അവരൊക്കെയാണ് ആദ്യം പഠിച്ചതും. അവരൊക്കെ തന്നെ മുൻപാട്ട് പാടി കൂട്ടും. മുൻപാട്ട് ആദ്യം പാടിയെങ്കിലാണ് അവർക്ക് ആ മുൻഗണന കൊടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 12 പേരുണ്ട് മൊത്തം. അപ്പൊ എല്ലാവരും എഴുതി വെച്ചിട്ട് ഞാൻ കൊടുക്കില്ല. അത് ഇതാണ് സുഭദ്ര, രാജി, ശാലിനി, ഷീബ. ഇവര് 4 ആളാണ് മെയിനായത്. ഇത്രയും ഞാൻ 2 സെറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് പുത്തൻവീട്ടിൽ പത്മാവതി അമ്മ ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ 12 പേര് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ കുട്ടികളൊക്കെ വലുതായി. പത്മാവതി നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റം കഴിച്ചത്. അവരെ ആ അരങ്ങേറ്റം കഴിച്ചിട്ടാണ് ഇവിടെ വീട്ടിൽപ്പറ്റ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അവർ അരങ്ങേറ്റം അവിടെ വെച്ചിട്ട് കഴിച്ചു. ഇവിടെ നമ്മുടെ അവിടെ വെച്ചിട്ട് അവരെ കുട്ടികളെ അരങ്ങേറ്റം കഴിച്ചു. അങ്ങനെ 12 24 ആളെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട് പഠിച്ചു. ഇപ്പൊ എന്തെങ്കിലും ജോലിയൊന്നും പോണില്ലല്ലോ? ഇപ്പൊ ഈ ഒരു തൊഴിലുറപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ അവര് അതിലാണ് എന്തെങ്കിലും ചെറിയ പണിയൊക്കെ ചെയ്യും. അല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന സ്വഭാവം ഇല്ല, ചെറുപ്പം മുതലേ ഇല്ല. അപ്പൊ ഇനി വയ്ക്കുന്ന പണി എന്തെങ്കിലും ആണുങ്ങളൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവിടെ എത്തിക്കിട്ടാനാ പണി. ദൂരത്ത് പോകണം. മാതാവിനോട് അവരെ വീട്ടിൽ പണിയെടുത്തിട്ടുണ്ട് ഞാൻ, തൊഴിലുറപ്പ് കൂടെ. അവരെ മുമ്പേ തന്നെ അറിയാം, പഞ്ഞാട്ടല്ലേ, എനിക്കറിയാലോ. ശരി, മംഗളം പാടിക്കോളൂ. രൂപമുലകു നിത്യജയ മംഗളം. നിന്നാമ രൂപമുലകു നിത്യജയ മംഗളം. സ്വാമി നിത്യജയ
മംഗളം പ്രഹ്ലാദ നാരദാദിശുഭ്രോനു സുതടുവൈരു പ്രഹ്ലാദ നാരദാദിശുഭ്രോനു സുതടുവൈലു നിത്യാജയ മംഗളം സ്വാമി നിത്യാജയ മംഗളം പവമാന സുതടുവൈടു പീതാര വെന്തമുലകോ നിത്യാജയ മംഗളം സ്വാമി നിത്യാജയ മംഗളം രാജീവ നയനത്യാഗം രാജേന്ദ്ര രാജവിനുദ നിത്യാജയ മംഗളം സ്വാമി നിത്യാജയ മംഗളം പിഴയെല്ലാം തീർത്തു നമ്മെ പരിപാലിച്ചിടവേണം പിഴയെല്ലാം തീർത്തു നമ്മെ പരിപാലിച്ചിടവേണം നിത്യാജയ മംഗളം സ്വാമി നിത്യാജയ മംഗളം നിന്നാമ രൂപമുലകോ നിത്യാജയ മംഗളം സ്വാമി നിത്യാജയ മംഗളം ഭഗവാൻ. സമൂഹത്തിലെ നിരാശ്രയരായ കലാകാരന്മാർക്കും പ്രതിഭകൾക്കും വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഹരി ഓം.